ഇതിനിടെ ജർമ്മനിയിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ കേസിൽ അറസ്റ്റിലായ ഷാൻ സുലൈമാൻ കൊച്ചിയിൽ വീണ്ടും ഓഫീസ് തുറന്നതായുള്ള വാർത്ത. ഈ കേസുകൾ മൂലം വൈറ്റിലയിലെ ഓഫീസ് അടച്ചുപൂട്ടിയതിന് പിന്നാലെയാണ് പുതിയ ഓഫീസ് ആരംഭിച്ചത്. വിവരം അറിഞ്ഞ് എത്തിയ ഉദ്യോഗാർത്ഥികൾ ഓഫീസിനകത്ത് കുത്തിയിരിപ്പ് സമരം തുടങ്ങി. ഷാൻ സുലൈമാനെ കഴിഞ്ഞ ദിവസമാണ് കൊച്ചി വിമാനത്താവളത്തിൽ നിന്നും കണ്ണൂർ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ പോലീസ് അന്വേഷിക്കുന്നതിനിടെ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് കൊച്ചിയിലെ പുതിയ ഓഫീസ് ഇയാൾ തന്നെ ഉദ്ഘാടനം ചെയ്തിരുന്നു. 7 സ്പൈസ് ഇന്റർനാഷണൽ എന്ന കമ്പനി തട്ടിപ്പിന് മറയിടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. ഓഫീസിനെക്കുറിച്ച് അറിഞ്ഞെത്തിയ ഉദ്യോഗാർത്ഥികൾ അതിനകത്ത് കുത്തിയിരിപ്പ് സമരം തുടങ്ങി. ഞങ്ങളിവിടെ തുറന്നുള്ളതാണ്. കാരണം ഞങ്ങൾക്ക് പൈസ കിട്ടിയേ പറ്റൂ. ഞങ്ങളിത് കടം മേടിച്ചാണ് മുഴുവൻ പൈസയും കൊടുത്തേക്കണത്. അപ്പൊ ഈ കടക്കാർ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾക്ക് ഈ പൈസ ഒന്നും തിരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കണോണ്ട് ഞങ്ങൾ ഇനി ഇവിടെ മരണം വരെ ഇവിടെ തന്നെ കിടക്കാനുള്ള പരിപാടിയാണ്. കാരണം ഒരു സ്ഥാപനം പൂട്ടി വന്ന് ആരും അറിയാതെ പുതിയൊരു സ്ഥാപനം തുടങ്ങാനുള്ള പൈസയും കാര്യങ്ങളും സെറ്റപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കടം മേടിച്ച പൈസ, നമ്മുടെ ജോലി വാഗ്ദാനം ചെയ്ത് പറ്റിച്ചെടുത്ത പൈസനെ കൊണ്ടുവന്ന് മുഴുവൻ ഇവർ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഞങ്ങൾ ഇവിടെ ഇരിക്കാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. കാരണം സൊസൈറ്റിയിൽ നിന്ന് ലോൺ എടുത്തിട്ട് നമ്മളിപ്പോൾ 2.5 വർഷമായി പലിശ കൊടുത്തോണ്ടിരിക്കുക. ഈ 2.5 വർഷം നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ പണിയെടുക്കുന്ന കാശ് കൊടുത്തോണ്ടിരിക്കുക. അത് ഇവന്റെ അടുത്ത് പറഞ്ഞിട്ട് മനസ്സിലാക്കുന്നില്ല. നമുക്ക് 10 പൈസ ഇതുവരെ തന്നില്ല. 2.5 വർഷമായി 7.5 ലക്ഷം രൂപ മേടിച്ചിട്ട്. അപ്പൊ നമുക്കിത് കിട്ടാണെങ്കിൽ വേറെ മാർഗ്ഗമൊന്നുമില്ല. സൊസൈറ്റിയിൽ നിന്നാണെങ്കിൽ ജപ്തി നോട്ടീസ് വരെ വന്നിരിക്കുകയാണ്. അപ്പൊ അത് എന്തെങ്കിലും തീരുമാനമാക്കണം തന്നെ ഞങ്ങളുടെ ഇത്. ജർമ്മനിയിൽ ജോലി വാഗ്ദാനം ചെയ്ത ലക്ഷങ്ങൾ പലരിൽ നിന്നായി ഷാൻ സുലൈമാനും കൂട്ടാളി ഷൈനി മാത്യുവും കൈപ്പറ്റിയിട്ടുണ്ട്. ഇതിൽ മരട് പോലീസ് സ്റ്റേഷനിലും കണ്ണൂരിലുമായി നിരവധി കേസുകളുണ്ട്. ഇയാളുടെ ബിസിനസ് കൂട്ടാളി ഷൈനി മാത്യു ഒളിവിലാണ്. വിസ ലഭിക്കാതെ വന്നതോടെ ഉദ്യോഗാർത്ഥികൾ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്നാണ് ഇപ്പോൾ ഇയാൾ അറസ്റ്റിലായിരിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി.